4 മണിക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇത് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അതുപോലെ തന്നെ അധികം ചേരുവകളൊന്നും വേണ്ട. 1-2 ചേരുവകൾ മാത്രം മതി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദയാണ്. മൈദ ഞാൻ 1/2 കിലോ എടുത്തിട്ടുണ്ട്. 250 അങ്ങനെയാണ് ഞാൻ എടുത്തത്. 1/2 കിലോയുടെ മൈദ എടുത്തു. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഞാനിവിടെ ചേർക്കുന്നത് അയമോദകമാണ്. അയമോദകം നിങ്ങൾക്കിഷ്ടമല്ല എങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് ജീരകം ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഞാൻ എണ്ണ കൂടെ ചേർത്ത് കൊടുത്തു. ഇത് കറി എണ്ണ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കിയതിന് ശേഷം വേണം, ആദ്യം ഇതൊന്ന് നല്ലവണ്ണം കൈകൊണ്ട് മിക്സ് ആക്കിയതിന് ശേഷം വേണം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ആ രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ കുട്ടികൾ എപ്പോഴും വെളിയിൽ ഉള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്ന കുട്ടികളല്ലേ, അവർക്ക് വേണ്ടി ഇതുപോലെ തയ്യാറാക്കി വെച്ചാൽ അവർക്ക് 4 മണിക്കും ഒക്കെ കഴിക്കാൻ, എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ നല്ല ഒന്നാണ്. മധുരമില്ല, അതുപോലെ തന്നെ എരിവ് ഇല്ല, അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് തീരെ കുഞ്ഞു കുട്ടികൾക്കും കഴിക്കാൻ പറ്റും. ഇതെല്ലാം ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അയമോദകം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ജീരകം ചേർത്ത് കൊടുക്കാം. ഞാനതൊന്നുകൂടി എടുത്ത് പറയുകയാണ്. ഇനി ഇത് നമുക്ക് ചപ്പാത്തിക്ക് വരുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കണം. ഇത് തീരെ കട്ടി കുറഞ്ഞ പോലെ നമുക്ക് മുറിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് കനത്തിൽ തന്നെ പരത്തിയെടുക്കാം. നിങ്ങൾക്ക് പൊടി ചേർത്ത് വേണമെങ്കിൽ പരത്താം. ഞാനിവിടെ പൊടി ചേർക്കാതെ തന്നെയാണ് പരത്തിയെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഇനി ഇതൊന്ന് മുറിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഞാനിവിടെ ഇച്ചിരി നീളത്തിലൊക്കെയാണ് മുറിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ മുറിച്ചെടുക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കുക, തയ്യാറാക്കി വെക്കുക വീട്ടിലെ കുട്ടികൾക്ക് വേണ്ടി. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കുക. നമുക്കധികം ചേരുവകളൊന്നും വേണ്ടല്ലോ. മൈദ ഉണ്ടെങ്കിലൊക്കെ മൈദ, അതുപോലെ തന്നെ ജീരകമോ അല്ലെങ്കിൽ അയമോദകം, ഇത് മാത്രം മതി. ഞാൻ ഈ രീതിയിലാണ് ഒന്ന് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഇതുപോലെ കുഴച്ച് വെച്ച ആട്ടയെല്ലാം ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിന് ശേഷം നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പരത്തിയതിന് ശേഷം. ഇനി ഞാൻ എണ്ണ അടുപ്പിൽ വെച്ച് ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പം ഇത് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുത്ത് എത്ര എണ്ണയുണ്ടോ അത്രയും എണ്ണ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഞാനിവിടെ എണ്ണ കുറവാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് മാത്രമേ ആദ്യം ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ എണ്ണ ഒഴിക്കുന്നതിനനുസരിച്ച് ആവശ്യത്തിനിട്ട് കൊടുത്ത് വറുത്തെടുക്കുക. അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഞാൻ എണ്ണ ഒരിക്കലും കൂടുതൽ ഉപയോഗിക്കാറില്ല. കാരണം ഇതൊക്കെ വറുത്ത് കഴിയുമ്പോൾ പിന്നെ ആ എണ്ണ വേസ്റ്റായി പോകുമല്ലോ എന്ന് കണ്ടിട്ട് 1-2 ദിവസം മാത്രമല്ലേ നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അത് ഒരു കനച്ച ടേസ്റ്റ് വരും. അതുകൊണ്ട് ഞാൻ എണ്ണ അങ്ങനെ വറക്കാനായിട്ട് അധികം ഉപയോഗിക്കാറില്ല. കാരണം എണ്ണയുടെ വില ഭയങ്കരമാണ്. ഞങ്ങൾക്കിവിടെ സോയാബീൻ്റെ എണ്ണയാണ് കിട്ടുന്നത്. സൺഫ്ലവറിൻ്റെ എണ്ണ കുറവാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. സോയാബീൻ്റെ എണ്ണയിലാണ് ഞാൻ എല്ലാം വറുത്ത്. ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ സോയാബീൻ്റെ എണ്ണ? ഇതുപോലെ എല്ലാം ഒന്ന് വറുത്ത് കോരി എടുത്തതിന് ശേഷം നമ്മൾ നല്ലൊരു എന്താ പറയുന്നത്, കുപ്പിയിലോ സ്റ്റീലിൻ്റെ അടപ്പുള്ള പാത്രത്തിലൊക്കെ ഇട്ട് അടച്ചു വെച്ചാൽ കുട്ടികൾക്ക് തീർച്ചയായിട്ടും കൊടുക്കാം.